ആശങ്ക വിട്ടൊഴിയാതെ പ്രദേശവാസികൾ. ജനവാസ കേന്ദ്രത്തിൽ നിന്നും വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലിയല്ലെന്ന് വനം വകുപ്പ്. കണിച്ചാർ പഞ്ചായത്തിലെ 12-ാം വാർഡ് മാവടി ആറ്റാഞ്ചേരിയിലാണ് പ്രദേശവാസി വീണ്ടും പുലിയെ കണ്ടത്. പ്രദേശത്ത് വനം വകുപ്പ് വ്യാപക തിരച്ചിൽ നടത്തി. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു കണിച്ചാർ പഞ്ചായത്തിലെ 12-ാം വാർഡ് മാവടി ആറ്റാഞ്ചേരിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചത്. ആറ്റാഞ്ചേരി സ്വദേശിയായ മാർട്ടിയോ വടക്കേമുളഞ്ഞിനാൽ ആണ് പുലിയെ കണ്ടതായി പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് രാത്രി തന്നെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് രാവിലെ മുതൽ കോട്ടക്കുന്നുൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും വനംവകുപ്പ് തിരച്ചിൽ നടത്തി. തിരച്ചിലിൽ പുലിയുടെ യാതൊരുവിധ അടയാളങ്ങളോ തെളിവുകളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രദേശത്ത് 3-ാം തവണയാണ് പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശത്ത് മുഴുവൻ തിരച്ചിൽ നടത്തിയതായും തിരച്ചിലിൽ മറ്റ് മൃഗങ്ങളെ ഉപദ്രവിച്ചതായുള്ള തെളിവുകൾ ലഭിക്കാത്തത് കാരണം കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ഉൾപ്പെടെ നടത്തുന്നുണ്ടെന്നും കൊട്ടിയൂർ വെസ്റ്റ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ പറഞ്ഞു. പുലി ഉള്ളതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ആ സ്ഥലത്ത് കണ്ടില്ല. അപ്പോൾ അന്ന് രാത്രി നമ്മൾ പെട്രോളിംഗ് നടത്തി. അപ്പോൾ രാത്രി കാലത്തും അങ്ങനത്തുള്ള വിവരങ്ങളൊന്നും ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. മെമ്പറാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിയിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരാൾ രാത്രിയിൽ വീടിനടുത്തുള്ള രാത്രിയിൽ എന്തോ ഒരു ജീവി പാഞ്ഞു പോകുന്നുവെന്ന് കണ്ടതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി ആ പ്രദേശങ്ങൾ മൊത്തം പരിശോധിച്ചു. അപ്പം അവിടെ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഞാൻ മെമ്പറോട് പറഞ്ഞു, ഇന്ന് പകൽ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് കാട് പിടിച്ചുള്ള സ്ഥലങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് രാവിലെ നമ്മൾ എത്തിയത്. അപ്പോൾ ആ പ്രദേശങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പരിശോധിച്ചു. അത് കുറ്റിക്കാടാണ്. 2-3 സ്ഥലങ്ങളിലായിട്ട് കാടുണ്ട്, കുറ്റിക്കാടാണ്. ആ സ്ഥലങ്ങൾ കംപ്ലീറ്റ് പരിശോധനയൊക്കെ പുലി കിടന്നതായിട്ടുള്ള ഒരു ലക്ഷണം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയായി സംഭവങ്ങളിങ്ങനെ കേൾക്കുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുലിയാണ് എങ്കിൽ സമീപത്ത് നിന്ന് എവിടുന്നെങ്കിലും ഇര പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുക ഭക്ഷണം കഴിക്കാതെ തങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണമൊന്നും ഈ കാട് പ്രദേശത്ത് നോക്കിയപ്പോൾ നമ്മൾ കാണുന്നില്ല. മൃഗങ്ങളുടെ വേസ്റ്റോ അങ്ങനത്തെ തങ്ങിയതിൻ്റെ കാഷ്ടോ അങ്ങനത്തുള്ള ഒന്നും കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്നത് നമുക്ക് നിഷേധിക്കാനും കഴിയുന്നില്ല. അപ്പം ഈ ജീവിയാണെന്ന് തെളിയിക്കത്തക്കവണ്ണമുള്ള അല്ലെങ്കിൽ സ്ഥിരീകരിക്കത്തക്കവണ്ണമുള്ള യാതൊരു തെളിവും നമുക്ക് ഈ പ്രദേശം പരിശോധിച്ചൊക്കെ കാണുന്നില്ല. കൃത്യമായ ഒരു സ്ഥിരീകരണം എന്താണെന്ന് അറിയാത്ത സ്ഥിതിക്ക് നാട്ടുകാരും ടാപ്പിംഗ് തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് വാർഡ് മെമ്പർ സുനി ജസ്റ്റിനും പറഞ്ഞു. കഴിഞ്ഞ 8-ാം തീയതി പുലിയെ ടാപ്പിംഗ് തൊഴിലാളി കണ്ടതായി അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ പരിശോധന 2 ദിവസം നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കിട്ടിയില്ല. അതിനുശേഷം ഇന്നലെ സന്ധ്യയോടെ അവിടുത്തെ ഒരു നാട്ടുകാരനായ വ്യക്തി പുലിയെ കണ്ടതായി വീണ്ടും അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഏറെ നേരത്തോളം വനംവകുപ്പ് പരിശോധിക്കുകയുണ്ടായി. പക്ഷേ കാര്യമായ ഒരു തെളിവും ഇവിടെ ലഭിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ വനംവകുപ്പിൻ്റെ 8ഓളം അടങ്ങുന്ന സംഘം ഇവിടെ സ്ഥലത്ത് ഈ പ്രദേശത്ത് കാട് പിടിച്ചെടുക്കുന്ന പല പ്രദേശങ്ങളും പരിശോധനയ്ക്ക് ഞങ്ങളോടൊപ്പമുണ്ട്. എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നതോടൊപ്പം കൃത്യമായി ഇതെന്താണെന്ന് അറിയാത്ത സ്ഥിതിക്ക് ടാപ്പിംഗ് തൊഴിലാളികൾക്കും അതുപോലെയുള്ള നേരത്തെ രാത്രിയിൽ തന്നെ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു. ഇതിനെ കണ്ടെത്താനുള്ള അടിയന്തര നടപടികളിലേക്കാണ് വനംവകുപ്പും ഞങ്ങളുമൊക്കെ നാട്ടുകാരും അടക്കം ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ വെസ്റ്റ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ 10ഓളം അടങ്ങുന്ന സംഘമാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. പ്രദേശത്ത് തുടർച്ചയായി 3-ാം തവണയും പുലിയെ കണ്ടതായുള്ള വിവരങ്ങൾ പരന്നതോടെ നാട്ടുകാർ വലിയ ഭീതിയിലാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം.